നമസ്കാരം. ഹിമാലയൻ മലനിരകളിലെ കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിശാസ്ത്രപരമായ അസ്ഥിരതകളും വലിയ ആശങ്കയാകുന്നതിനിടെ വടക്കിഴക്കൻ ഭാരതത്തിന്റെ തലയ്ക്ക് മുകളിൽ വലിയൊരു ജലബോംബ് രൂപപ്പെടുകയാണ്. ചൈന ടിബറ്റിലെ യാർലുങ് സാങ്പോ നദിക്ക് കുറുകെ പണിയുന്ന കൂറ്റൻ ജലവൈദ്യുതി പദ്ധതി പ്രകൃതി ദുരന്തങ്ങളുടെ വക്കിൽ നിൽക്കുന്ന ഭാരതത്തിനും അയൽ രാജ്യങ്ങൾക്കും വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ നേപ്പാളിൽ കനത്ത നാശം വിതച്ച പ്രളയക്കെടുതി ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ചൈന നേപ്പാൾ അതിർത്തി മേഖലയിലുണ്ടായ വിനാശകരമായ ദുരന്തത്തിൽ ഏകദേശം 165ഓളം പേർ മരണപ്പെടുകയും 800-ലധികം പേരെ കാണാതാവുകയും ചെയ്തതായിട്ടാണ് ഔദ്യോഗിക കണക്കുകൾ. നേപ്പാളിലെ റസുവ ജില്ലയിൽ നിന്ന് 36 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് 5100 മീറ്റർ ഉയരത്തിൽ ലെൻഡെ നദിയിലേക്ക് കൂറ്റൻ മഞ്ഞുമല ഇടിഞ്ഞു വീണതാണ് അപകടത്തിന് വഴിവെച്ചത്. ഈ മഞ്ഞുമല ഇടിച്ചിൽ മൂലം ലെൻഡെ നദീതടം പൂർണ്ണമായി അടഞ്ഞുപോവുകയും അവിടെ അതിവേഗം ഒരു കൂറ്റൻ കൃത്രിമ ജലസംഭരണി രൂപപ്പെടുകയുമായിരുന്നു. തുടർന്ന് ഈ ജലസംഭരണി പെട്ടെന്ന് തകർന്ന് താഴേക്ക് കുതിച്ചൊഴുകിയതോടെ ഭോട്ടേക്കോഷി, തൃശൂലി നദികൾ കരകവിഞ്ഞൊഴുകി ഭീകരമായ മിന്നൽ പ്രളയം ഉണ്ടാവുകയായിരുന്നു. പ്രളയത്തിന് മുമ്പേ ഇതേ ടിബറ്റൻ മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നതായി വ്യക്തമായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഭൂകമ്പമാണ് നേപ്പാൾ ദുരന്തത്തിന് വഴിവെച്ചതെന്ന നിഗമനത്തിലായിരുന്നെങ്കിലും US ജിയോളജിക്കൽ സർവേ നടത്തിയ സാറ്റലൈറ്റ് ചിത്രങ്ങളുടെയും സീസ്മിക് ഡാറ്റയുടെയും വിശകലനത്തിൽ മഞ്ഞുമല ഇടിഞ്ഞു വീണതാണ് ദുരന്തഹേതുവെന്ന് പിന്നീട് സ്ഥിരീകരിച്ചു. പ്രകൃതിയിലുണ്ടാകുന്ന ഇത്തരം അപ്രതീക്ഷിത മാറ്റങ്ങൾ തടയാൻ മനുഷ്യസാധ്യമല്ലെന്നിരിക്കെ അയൽ രാജ്യമായ ചൈന സമാന മേഖലയിൽ നടത്തുന്ന വൻകിട നിർമ്മാണങ്ങൾ വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. നിലവിലെ നേപ്പാൾ പ്രളയത്തിന് ചൈനയുടെ പുതിയ അണക്കെട്ടുകളുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും വരാനിരിക്കുന്ന ഇതിലും വലിയൊരു ആപത്തിന് കൃത്യമായ മുന്നറിയിപ്പായിട്ടാണ് അന്താരാഷ്ട്ര തലത്തിലെ വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. റോയിട്ടേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം തെക്കിഴക്കൻ ടിബറ്റിലെ മെഡോഗിൽ ഏകദേശം 1600 കോടി രൂപ ചെലവിട്ട് 5 അണക്കെട്ടുകളുടെ വലിയൊരു ശൃംഖലയാണ് ചൈന കെട്ടിപ്പടുക്കുന്നത്. ലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന ശേഷിയുള്ളതാണ് ഈ പദ്ധതി. പൂർത്തിയാകുമ്പോൾ 60 ഗിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദന ശേഷി ഇതിനുണ്ടാകും. അതായത് നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയായ ചൈനയിലെ പ്രശസ്തമായ 3 ഗോർജസ് ഡാമിന്റെ 3 ഇരട്ടി ഉൽപ്പാദന ശേഷിയാകും ഈ ഒറ്റ പദ്ധതിക്ക് ഉണ്ടാകുക. 2033ഓടെ ഈ അണക്കെട്ട് ശൃംഖല പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങുമെന്നാണ് ചൈന പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഡാമിന്റെ വലുപ്പത്തെക്കാൾ ലോകത്തെ ഭയപ്പെടുത്തുന്നത് അതിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പാണ്. പദ്ധതി പ്രദേശത്തിന് തൊട്ടു താഴെയായി അതീവ സജീവമായ പൈഷ്യൻ ഫാൾ എന്ന ഭൂഗർഭ ഭ്രംശമേഖല കണ്ടെത്തിയതായി ചൈനീസ് ശാസ്ത്രജ്ഞർ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ യൂറേഷ്യൻ ടെക്ടോണിക് ഫലകങ്ങൾ നിരന്തരം കൂട്ടിമുട്ടുന്ന ഭൂകമ്പ സാധ്യത ഏറ്റവും കൂടുതലുള്ള ഹിമാലയൻ മേഖലയിലാണ് ഡാം നിർമ്മിക്കുന്നത്. അതിശക്തമായ ഭൂകമ്പങ്ങൾക്കും വലിയ ഹിമപാതങ്ങൾക്കും കാരണമായേക്കാവുന്ന ഈ പ്രദേശത്ത് അണക്കെട്ടിൽ സംഭരിക്കുന്ന വെള്ളത്തിന്റെ ഭീമമായ ഭാരം കൂടി എത്തുമ്പോൾ സ്ഥിതി കൂടുതൽ അപകടകരമാകും. ലോലമായ പാറക്കൂട്ടങ്ങളിലേക്ക് ഉയർന്ന ജലമർദ്ദം മൂലം വിള്ളലുകൾ വീഴുകയും ഇത് വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലുകൾക്കും അണക്കെട്ടിന്റെ തകർച്ചയ്ക്ക് കാരണമാകാമെന്നും പഠനങ്ങൾ അടിവരയിടുന്നു. അരുണാചൽ പ്രദേശ് അതിർത്തിയിൽ നിന്ന് വെറും 50 കിലോമീറ്റർ മാത്രം അകലെയാണ് മെഡോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഭൂകമ്പത്തെയോ ഉരുൾപൊട്ടലിനെയോ അതിജീവിക്കാൻ ഒരു വേള അണക്കെട്ടിന് കഴിഞ്ഞാൽ പോലും ഭ്രംശമേഖലയിലെ മാറ്റങ്ങൾ മൂലം അണക്കെട്ടിന് തകരാറ് സംഭവിച്ചാൽ അത് ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ഭൂപടത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളയാൻ ശേഷിയുള്ള പ്രളയമുണ്ടാക്കും. പ്രമുഖ പ്രതിരോധ വിദഗ്ധൻ ബ്രഹ്മജലാനി ചൂണ്ടിക്കാണിച്ചതുപോലെ ടിബറ്റിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഈ നദി ഇന്ത്യയിലേക്ക് പ്രവേശിച്ച് ബ്രഹ്മപുത്രയായി മാറി പിന്നീട് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഒന്നാണ്. അതിനാൽ അണക്കെട്ട് തകരുകയോ ചൈന ഏകപക്ഷീയമായി വലിയ അളവിൽ വെള്ളം തുറന്നുവിടുകയോ ചെയ്താൽ അരുണാചൽ പ്രദേശും അസമും ഉൾപ്പെടെയുള്ള വടക്കിഴക്കൻ ഭാരതവും ബംഗ്ലാദേശും പൂർണ്ണമായും വെള്ളത്തിനടിയിലാകും. ഇനി വരൾച്ച സമയത്ത് വെള്ളം തടഞ്ഞു നിർത്തിയാൽ ഇന്ത്യയിൽ കുടിവെള്ളക്ഷാമവും ഉണ്ടാകും. ഈ വൻ സുരക്ഷാ ഭീഷണിയെ പ്രതിരോധിക്കാനും ജലസുരക്ഷ ഉറപ്പാക്കാനുമായി ഭാരതവും ബൃഹത്തായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി അരുണാചൽ പ്രദേശിലെ സിയാങ് നദിയിൽ 11000 മെഗാവാട്ട് ശേഷിയുള്ള സിയാങ് അപ്പർ മൾട്ടിപർപ്പസ് പ്രോജക്ട് ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കാനും ജലലഭ്യത ഉറപ്പാക്കാനുമാണ് ഇന്ത്യ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എങ്കിലും നദീജല പങ്കുവെക്കലിൽ ചൈനയുമായി കരാറുകളില്ലാത്തതും തത്സമയ ജലശാസ്ത്ര വിവരങ്ങൾ കൈമാറാൻ ചൈന വിമുഖത കാണിക്കുന്നതും ഇന്ത്യക്ക് വലിയ നയതന്ത്ര വെല്ലുവിളിയാണ്. നേപ്പാളിലെ സമീപകാല ദുരന്തത്തിൽ ചൈന യാതൊരുവിധ മുൻകൂട്ടി മുന്നറിയിപ്പുകളും നൽകാതിരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതേ നിലപാട് നാളെ ഇന്ത്യയോടും ആവർത്തിച്ചാൽ വലിയ ദുരന്തമാകും സംഭവിക്കുക. അതിനാൽ തന്നെ മെഡോങ് അണക്കെട്ടിനെ ഇന്ത്യയുടെ തലയ്ക്ക് മുകളിലെ ജലബോംബായിട്ടാണ് നയതന്ത്ര വിദഗ്ധരും സുരക്ഷാ വിശകലന വിദഗ്ധരും വിശേഷിപ്പിക്കുന്നത്.